ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഫ്രൈഡേ കിച്ചൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉള്ളത് ഇപ്പോൾ നാട്ടിലാണ്. ലോക്ക്ഡൗൺ ആണ്. ഇവിടെ നല്ല മഴയാണ്. ന്യൂനമർദ്ദത്തിൻ്റെ ഒക്കെ ആയിട്ട് മഴ പെയ്തിട്ടുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് നാടൻ ചിക്കൻ കറി, തനി നാടൻ ചിക്കൻ കറി. അതെന്ന് വെച്ചാൽ ഞാനല്ല ഉണ്ടാക്കണേ, എൻ്റെ അമ്മ ഉണ്ടാക്കണേ. അപ്പോൾ വീട്ടിൽ ഉള്ളതുകൊണ്ട് ഇപ്പം പുറത്തിറങ്ങാൻ പറ്റുള്ള മഴയാണ്, വീടിനകത്ത് തന്നെയാണ്. അപ്പോൾ കോഴിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഞായറാഴ്ചയാണ്. അപ്പോൾ കോഴി മേടിച്ചുകൊണ്ട് പോകുന്നു. ഒരു 2.5 കിലോ കോഴിയുണ്ട്. അപ്പോൾ ആ കോഴി കൊണ്ടുള്ള നാടൻ സ്റ്റൈലിൽ വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ തേങ്ങാപ്പാലൊക്കെ വെച്ച് തന്നെ നാടൻ കോഴിക്കറി. എന്നിട്ട് വീഡിയോകൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചാനൽ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാം തോന്നുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. നമുക്ക് വീഡിയോസിലുള്ളൂ. താങ്ക് യു. നമ്മൾ തയ്യാറാക്കുന്നത് നാടൻ ചിക്കൻ കറിയാണ്. വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള ചിക്കൻ കറിയാണ്. ഇത് തയ്യാറാക്കുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2 സവോള സ്ലൈസ് എടുക്കാം കേട്ടോ. അമ്മ കൈകൊണ്ട് അരിയുന്നതാണ്. ഒരു 6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തത്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ തക്കാളി എത്ര ഉണ്ട് അമ്മച്ചി? 2 തക്കാളി. അതിങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. നമ്മൾ തേങ്ങാപ്പാൽ കൊണ്ടാണ് ചിക്കൻ കറി തയ്യാറാക്കുന്നത്. അതിന് ഒരു തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് 1 ഗ്ലാസ് ഫസ്റ്റ് പാൽ എടുത്ത് വയ്ക്കുക വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ 2 ഗ്ലാസ് സെക്കൻഡ് പാൽ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കഴുകി വരുന്നുണ്ടിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം മാറാനായിട്ട് ഒരു സ്റ്റൈനറിൽ വെക്കാം കേട്ടോ. വെള്ളം മാറുന്നു വിടാൻ ശേഷം നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്ന കേട്ടോ. ഇന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ഗ്ലാസ് ഫസ്റ്റ് പാൽ എടുത്ത് വയ്ക്കുക. അതിന് ശേഷം 2 ഗ്ലാസ് സെക്കൻഡ് പാൽ എടുത്ത് വയ്ക്കും. അമ്മച്ചി തേങ്ങാപ്പാലൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുത്തതിന് ശേഷം നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ 1 ഗ്ലാസ് ഫസ്റ്റ് പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ബാക്കി 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് സെക്കൻഡ് പാലിൽ 2 ഗ്ലാസ് തേങ്ങാപ്പാലോട് എടുത്ത് വയ്ക്കാം കേട്ടോ. നമ്മുടെ സെക്കൻഡ് പാൽ റെഡി ആയിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളത്തിലുള്ള തേങ്ങയുടെ സെക്കൻഡ് പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാല് സെക്കൻഡ് പാല്. അപ്പോൾ നമുക്കൊരു കുഞ്ഞ് ഉരുളി വയ്ക്കാം കേട്ടോ. ചെറിയ ഉരുളിയിലാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉരുളി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഉരുളിയൊക്കെ ചൂടായിട്ട് ഇടാം. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സവോളയൊക്കെ വാട്ടിയിട്ടാണ് നമ്മൾ കറി റെഡിയാക്കുന്നത്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില ആയതിന് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചെറുങ്ങനെ വാടിയതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. സവോള 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. 6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി ചെറിയ പീസ് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ നമ്മൾ ഇട്ട കറിവേപ്പില. ഇതാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സവാള നമുക്ക് വാടി വരട്ടെ. നമുക്ക് ഉപ്പിട്ട് കൊടുക്കണ്ട വാടാനായിട്ട് ഇല്ല. അപ്പോൾ ഉള്ളി വാടി വരട്ടെ കേട്ടോ. അപ്പോൾ അത് സവാള വാടാൻ നേരം ഉണ്ടെങ്കിൽ മസാല എടുത്ത് വെക്കട്ടോ. മഞ്ഞപ്പൊടി എന്താ പറയുക? നമുക്ക് 1 സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഈ മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി എന്താ പറയുക? 2 സ്പൂൺ മുളക് പൊടി. ഇത് സ്പൂൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിയ സ്പൂണാണ് കേട്ടോ. നിങ്ങൾ അതിൻ്റെ സ്പൂണിൻ്റെ അളവ് നോക്കിയിട്ട് ഇടണം. നമ്മൾ ചെയ്യുന്നത് മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ഇടുന്നത്. 1 സ്പൂൺ ഗരം മസാലപ്പൊടി. നമ്മൾ സവാള നാടി വരുന്ന നേരം കൊണ്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മസാലകളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് നോക്കിയിട്ട് ഞാൻ 1 സ്പൂണിൻ്റെ കണക്ക് പറഞ്ഞാൽ നിങ്ങൾ 1 സ്പൂൺ നോക്കിയിട്ട് തന്നെ ഇടുക.
കാരണം വലിയ സ്പൂണുകളാണ്, അപ്പം നോക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ സവാള ഇങ്ങനെ ചെറുങ്ങനെ വാടി വരുന്നുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് പച്ച മസാല ഇട്ട് കൊടുക്കും. വാടി വന്നപ്പോൾ നമ്മൾ കുറച്ച് പച്ച മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ പീസ് കറുകപ്പട്ട, കുറച്ച് ഗ്രാമ്പു, ലേശം ഗ്രാമ്പു, പിന്നെ ഇട്ടിട്ട് നമ്മൾ കറുകപ്പട്ടയും ഗ്രാമ്പും തക്കോളത്തിൻ്റെ ഒരു പീസ്, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരുന്നത്. നമ്മൾ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുന്നുണ്ട്. നമ്മൾ കുറച്ച് ലേശം വെളിച്ചെണ്ണ കൂട്ടിയാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി വാടിയെന്ന് വെച്ചാൽ നമ്മളൊരു 3 പീസ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത്. അത് അത്രയ്ക്ക് ആവശ്യമില്ല, എന്നാലും നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഉള്ളി വാടി വരുമ്പോൾ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എല്ലാം നമ്മൾ കുറച്ച് സാധനം എടുത്തിട്ടുള്ളൂ. നാടൻ കറി ഇതിലുണ്ടാക്കുമ്പോൾ ഒരുപാട് മസാലകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം വാടിയിട്ടുണ്ടാകുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ തക്കാളി എടുത്തിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 തക്കാളി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്താണ്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ എടുത്തപ്പോൾ കുറച്ച് ലേശം കൂട്ടി എടുത്തിട്ടുണ്ടാകും, നന്നായിട്ട് മൂക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ സവാള വാട്ടിയത്. അപ്പോൾ ലേശം വെളിച്ചെണ്ണ കൂടുതലുണ്ടെങ്കിൽ ആ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് പറയണത്. അപ്പം അമ്മ പറഞ്ഞു ഒരുപാട് തക്കാളി ഇത് വാടേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുങ്ങനെ വാടി ആ പച്ചപ്പൊന്ന് മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ മസാല എടുത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ മസാല എല്ലാം കൂടി ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാലകളെല്ലാം മൂത്ത് വരുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്നു. ഇനിയാണ് നമ്മൾ ഉപ്പിടുന്നത്. അമ്മ 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഒന്നല്ല, ഒരു 1.5 സ്പൂൺ ഉപ്പിട്ട് ചേർക്കണേ. അപ്പോൾ ഉപ്പും കൂടെ എല്ലാം കൂടി നമ്മൾ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ചൊറുക്കയാണ്. 1 സ്പൂൺ ചൊറുക്ക. 1 സ്പൂൺ എന്ന് പറയാൻ സ്പൂൺ നോക്കിയേക്കണം നിങ്ങൾ, വലിയ സ്പൂണാണ്. അപ്പോൾ ചൊറുക്കയും കൂടി ചേർത്ത് ഇളക്കുക. ഇനിയിപ്പോൾ ചിക്കൻ ഇടാൻ നമ്മൾ വരണേ. നമ്മുടെ മസാല അരിച്ച് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, ചൊറുക്കൊക്കെ ചേർത്തിട്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2-2.5 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ 2-ാം പാൽ കിടന്നിട്ട് ചിക്കൻ നന്നായിട്ട് വേവുന്നതായിരിക്കും. അടുത്ത വെച്ചോളാം വെച്ച് അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നന്നാ തീ തന്നെ ഉണ്ട് ഇപ്പോൾ. പിന്നെ നമുക്ക് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ കോഴിക്കറി തിളച്ച് വരുന്നുണ്ട് കേട്ടോ, തിളച്ചും മറയുണ്ട്. നമ്മുടെ സെക്കൻഡ് പാല് വെച്ചിട്ടുള്ള മിക്സ് ചെയ്താണ് വെച്ചായിരുന്നു. അപ്പോൾ ചിക്കൻ അങ്ങോട്ട് വെന്ത് വരുന്നുണ്ട്. നെയ്യൊക്കെ മേലായിട്ട് കുറച്ച് പങ്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചിക്കൻ കറിയുടെ അവിടെ സ്മെല്ല് പിടിക്കാൻ പറ്റും. ഇവിടെ ചെറിയ സ്മെല്ലൊക്കെ വരുന്നത്. നമ്മൾ ചുറുക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുക്കയുടെ ചെറിയ ഫ്ലേവറൊക്കെ അതിനകത്തേക്ക് വരുന്നുണ്ട്, മണം വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറി നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്നുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറിൽ വേവാനെന്ന് പറയണം അമ്മ. അപ്പോൾ ഇങ്ങനെ കിടന്നിട്ട് ചെറിയ തീ കിടന്നിട്ട് ഇങ്ങനെ കറി വേവണം കേട്ടോ, തിളച്ച്. അപ്പോൾ ചാറ് കറി ആകുമ്പോൾ അതിനകത്ത് കിടന്ന് വേവണം. ചിക്കൻ നന്നായിട്ട് വെന്താൽ മാത്രമേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അതിന് വേവാൻ ഇത്ര സമയം എടുക്കുമെന്ന് പറയണം.
കറിയൊക്കെ വെള്ളമൊക്കെ വറ്റി ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതായിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് പാലൊക്കെ വറ്റി ഏകദേശം ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുക്കാനുള്ള സമയമായി. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഉപ്പ് കൂടുതലായി പോയി കഴിഞ്ഞാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കറി ഏകദേശം തിക്കായിട്ട് നമുക്ക് ഫസ്റ്റ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കറി തീരെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ചാറ് ഉണ്ടാവില്ല. അപ്പോൾ അമ്മ ഫസ്റ്റ് പാൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിക്കായ കറിയിലേക്ക് നമ്മൾ ഫസ്റ്റ് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കുക. എന്നിട്ട് ഒന്ന് തിളപ്പിക്കണം കേട്ടോ. തിളപ്പിച്ചതിന് ശേഷമാണ് നമുക്കൊന്ന് ഓഫാക്കുന്നത്. അപ്പോൾ കറി തിരങ്ങനെ തിക്കാവും. അതിന് ശേഷം നമുക്ക് കറി ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പം അമ്മ ഒഴിച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ. അപ്പോൾ കറി പതുക്കെ പതുക്കെ തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് ഓഫാക്കി വയ്ക്കാം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് അമ്മ ആക്കി വെച്ചിരിക്കുന്നത് തീ. ഇപ്പോൾ ചെറുങ്ങനെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി നല്ല രീതിയിൽ തന്നെ നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. പാല് പിരിഞ്ഞു പോകും. പാല് പിരിഞ്ഞാൽ കൊള്ളില്ല. ഒന്ന് വീട്ടിൽ ഇപ്പോൾ നമ്മൾ ചെറുള്ളിയാണ് കേട്ടോ മൂപ്പിച്ചിടുന്നത്. ഒരു താളിക്കാൻ ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ചൂടായി വെളിച്ചെണ്ണ ചൂടായി അതിന് ശേഷം നമ്മൾ ചെറുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 3 ചെറുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മൂപ്പിച്ചിടാം. നല്ല ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് അതിലിടാം. ഈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ വെളിച്ചെണ്ണോട് അല്ലെങ്കിൽ കൂടുതൽ എണ്ണയോട് താല്പര്യമില്ലാത്ത ആൾക്കാർ ചെയ്യണമെന്നില്ല. പക്ഷേ ചെറുള്ളി മൂപ്പിച്ചിട്ടാൽ പ്രത്യേക ടേസ്റ്റായിരിക്കും നമ്മുടെ കറിക്ക്. അതുകൊണ്ടാണ് നമ്മൾ ചെറുള്ളി മൂപ്പിച്ചിടുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും. അല്ല എണ്ണ കുറച്ച് മതിയുന്ന ആൾക്കാർ എണ്ണ കുറച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചിക്കൻ കറി നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. തേങ്ങാപ്പാലൊക്കെ നല്ല കുറുകി നല്ല അടിപൊളി ടേസ്റ്റായിട്ടിരിക്കുന്നുണ്ട്. ഉപ്പ് പ്രത്യേകം നിങ്ങൾ നോക്കുക. കുറവുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. ഉപ്പും പുളിയും മസാല എല്ലാം കറക്റ്റാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കാതിരിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഞാനൊരു പുതിയ ആളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ ആവശ്യമുണ്ട്. ഇത് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. അത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. അമ്മച്ചിയെ കുറിച്ച് വല്ലതും പറയാണ്ട? ഒന്നും പറയാനില്ല. നിങ്ങളെ അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം നിങ്ങൾ പറഞ്ഞാൽ മതി. ആണോ? ഓണിയൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞേടി. ഇപ്പം എൻ്റെ വൈഫ് ഇത് ചെക്ക് ചെയ്തിട്ട് ടേസ്റ്റ് ആയിട്ട് അഭിപ്രായം പറയാന്ന് പറയണേ. സൂപ്പർ. കഴിച്ചു നോക്ക് നേരെയാക്കി എന്നിട്ട് സൂപ്പർ എന്ന് പറയണേ. സൂപ്പറാണോ? നമ്മുടെ ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടും ഉണ്ട്. എൻ്റെ ഒരു പീസ് തിന്ന് നോക്കിയേ. കൊള്ളാമോ? അമ്മച്ചിയുടെ കറിയില്ലേ, സൂപ്പറാണ്. ആണോ? ഓക്കെ താങ്ക് യു.